ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം. പൊട്ടറ്റോ എഗ് ഓംലെറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഈ പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലെ പൊട്ടറ്റോ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചേക്കുവാണ്. വളരെ കനം കുറച്ചാണ് അരിഞ്ഞേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തിലേക്ക് വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വഴറ്റി എടുക്കുക എന്നല്ല അതിനർത്ഥം. നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയും കിഴങ്ങും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലിയ ചൂടൊന്ന് മാറട്ടെ. മാറുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. അതിനകത്തിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ടിത് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ കൂട്ടും കൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോയുടെ ഇത് നന്നായിട്ട് ചൂട് മാറി വന്നിട്ടുണ്ട്. ചൂട് മാറിയതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തിലേക്ക് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കിനി ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ദോശത്തവ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. തവയൊന്ന് ചൂടായിക്കോട്ടെ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ തൂത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ഇഷ്ടാനുസരണം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. തീ അങ്ങ് ഹൈ ഫ്ലെയിമിലിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ ഡിഷ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പി കൂടിയാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.